റാഫേലെ, കണ്ണീര് നക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു നിമിഷം. ദുരന്തത്തിൻ്റെ ജീവിക്കുന്ന നേർസാക്ഷ്യമായി ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവരുടെ ഏറ്റവും വലിയ വേദന, ആ വേദനകൾക്കിടയിൽ അവരെ ആശ്വസിപ്പിക്കുവാനെന്ന വ്യാജേന പബ്ലിസിറ്റി സ്റ്റണ്ടുമായി വരുന്ന രാഷ്ട്രീയ ആത്മീയ തൊഴിലാളികളാണ്. ചോര കാണുമ്പോൾ മണം പിടിച്ച് നായ വരുന്നത് പോലെയാണ് ഇവറ്റകൾ കണ്ണുനീരിൻ്റെ മണമടിക്കുമ്പോൾ നാവ് നുണഞ്ഞ് നൈറ്റിയുമിട്ട് പരിവാരങ്ങളുമായി ഇറങ്ങുന്നത്. 10 പൈസ മുടക്കാതെ മാധ്യമങ്ങളിലൂടെ ലോകമെമ്പാടും മൈലേജ് കിട്ടും എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ എത്തുന്നത്. ഈ നാറികൾ പരിവാരങ്ങളും മാധ്യമപ്പടയുടെ അകമ്പടിയുമായി എത്തുമ്പോൾ ദുരന്തത്തിൻ്റെ ഇരകളുടെ കരയുന്ന കുഞ്ഞുങ്ങൾക്കൊരു കൂട് ബിസ്ക്കറ്റ് പോലും കൊണ്ട് ഇവറ്റകൾ കൊടുക്കില്ല. വെറുതെ ഗുണവും മണവുമില്ലാത്ത കുറേ തള്ളുകളും അളിഞ്ഞ പ്രഭാഷണങ്ങളും നടത്തും. സർക്കാരിനെയും കുറ്റപ്പെടുത്തും. പറ്റിയാൽ ഒരു വർഗീയ പ്രശ്നത്തിനുള്ള വിത്തുമിട്ടിട്ട് പോകും. അല്പസമയത്തിനുള്ളിൽ ബ്രേക്കിംഗ് ന്യൂസ്, കണ്ണീരൊപ്പാൻ അജപാലൻ വന്നു. നാണമുണ്ടോടാ നാറികളെ നിനക്കൊക്കെ? ഇതുപോലൊരു സംഭവമാണ് ഇന്ന് രാവിലെ വയനാട്ടിൽ നടന്നത്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ കാട്ടാന ചവിട്ടിക്കുന്ന പടമല പനച്ചിയിൽ അജീഷിൻ്റെ വീട് പരിവാര സമേതം ഇന്ന് രാവിലെ സന്ദർശിച്ചു. കാട്ടുമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കുവാൻ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് തട്ടിൽ തട്ടിവിട്ടു. പടമലയിൽ കാട്ടാന ചവിട്ടിക്കൊന്ന പനച്ചിയിൽ അജീഷിൻ്റെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചത് ഇപ്രകാരമാണ്: കാടിനും കാട്ടുമൃഗങ്ങൾക്കും കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സംരക്ഷണം മനുഷ്യർക്ക് കൊടുക്കുവാൻ ബന്ധപ്പെട്ട സർക്കാരുകൾ ശ്രദ്ധിക്കണം. കാട്ടുമൃഗങ്ങൾക്ക് ജീവിക്കുവാൻ അവകാശമുണ്ട്. പ്രകൃതി സംരക്ഷിക്കപ്പെടണം. ഇതിനൊന്നും സഭ എതിരല്ല. ഞാൻ ഇവിടെ വന്ന് അനുശോചനം പറഞ്ഞതുകൊണ്ട്, സർക്കാർ വന്ന് അനുശോചനം പറഞ്ഞതുകൊണ്ടോ അജീഷിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖം തീരില്ല. അജീഷിനെ കൊന്ന ആന അപകടകാരിയാണ് എന്നാണ് മനസ്സിലാക്കിയത്. അങ്ങനെയുള്ള ആന നാട് ചുറ്റുവാനും മനുഷ്യരെ ആക്രമിക്കുവാനും പാടില്ല. അത്തരം ആനകളെ പിടിച്ച് ആന പരിരക്ഷണ കേന്ദ്രങ്ങളിൽ ഏൽപ്പിക്കണം. നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിൽ പിശുക്ക് പാടില്ല. മാത്രമല്ല, ഒരു തുക നൽകിയിട്ട് കുടുംബത്തിൻ്റെ ദുഃഖം പരിഹരിച്ചു എന്ന് പറയുന്നതും ശരിയല്ല. കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനെക്കുറിച്ചും പ്രായമായവർക്ക് പെൻഷൻ നൽകുന്നതിനെക്കുറിച്ചും സർക്കാർ ആലോചിക്കണം. അല്ലാതെ കുടുംബത്തിന് പണക്കിഴി കൊടുത്തതുകൊണ്ട് പ്രശ്നപരിഹാരമാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭവന സന്ദർശനവും അദ്ദേഹം പ്രതിപാദിച്ച കാര്യങ്ങളുമെല്ലാം വളരെ നല്ലതാണ്, കൊള്ളാം. ലോകത്തെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയുടെ കേരളത്തിലെ അധ്യക്ഷന് ഈ വിഷമഘട്ടത്തിൽ ഈ തള്ളലല്ലാതെ മറ്റെന്ത് സഹായം ആ കുടുംബത്തിന് ചെയ്യുവാൻ സാധിക്കും? താങ്കളൊന്ന് ആഹ്വാനം ചെയ്തിരുന്നെങ്കിൽ സഭയുടെ പോക്കറ്റിൽ നിന്ന് 1 രൂപ പോലും ചിലവാക്കാതെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിശ്വാസികൾ കൈയയച്ച് സഹായിക്കുമായിരുന്നില്ലേ? ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കോടികൾ വരുമായിരുന്നില്ലേ? അതുമല്ലെങ്കിൽ സഭയുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിങ്ങൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു ജോലി നൽകുവാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് താങ്കൾ ഇപ്രകാരം എന്ന് പറഞ്ഞാൽ അതിനൊരു അന്തസ്സുണ്ടാകുമായിരുന്നില്ലേ റാഫേലെ? ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചും താങ്കളുടെ സഭയെക്കുറിച്ചും ജനങ്ങൾക്കുള്ള മതിപ്പ് വർദ്ധിക്കില്ലായിരുന്നു. നല്ല ശമരിയാക്കാരൻ്റെ ഉപമയിലൂടെ കർത്താവ് എന്താണ് പറഞ്ഞത് റാഫേലെ? മൃതപ്രായമായവനെ വല്ലവനും രക്ഷിച്ചിട്ട് വല്ലവനും അഭയം കൊടുത്തിട്ട് ഒടുക്കം ചുമ്മാ വന്നു നിന്ന് മാധ്യമത്തിൽ പടം വരുവാൻ നിന്ന് തള്ളുന്നത് ശരിയാണോ റാഫേലെ? താങ്കൾ ഈ പറഞ്ഞത് എല്ലാവർക്കും അറിവുള്ള കാര്യമല്ലേ? ഇത് തന്നെയല്ലേ ഇവിടുത്തെ സാധാരണ ജനങ്ങളും പറയുന്നത്? തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് ആരുടെയോ കൊട്ടേഷൻ ഏറ്റെടുത്ത് സ്വാതന്ത്ര്യ സന്ദർശനം എന്ന പേരിൽ താങ്കൾ നടത്തിയ ഈ പ്രസംഗം ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് മലയുണ്ടാക്കും എന്നതൊഴിച്ചാൽ താങ്കളുടെ ഈ വാക്കുകൾ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ആർക്കെങ്കിലും ഉണ്ടാകുമോ? നിങ്ങളെപ്പോലെയുള്ള കൂതാശ തൊഴിലാളികളോട്, നൈറ്റി തൊപ്പി തൊഴിലാളികളോട്, ജനങ്ങളുടെ ദുരിതം വിറ്റ് സുഖലോലുപതയിൽ കഴിയുന്ന മോന്മാരോട് പറയുവാനുള്ളത്, നിർത്ത് ഇമാതിരി പ്രഹസനങ്ങൾ. ക്രിസ്തുവിനെ അനുഗമിക്കുക. ഈ കഷ്ടാനുഭവിച്ച കർത്താവിനെ വെറുതെ നാറ്റിക്കാതെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.